അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് സഹാബത്തെല്ലാം ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അതഅദനു ലി ഫി സിന, നബിയെ, അങ്ങനെക്ക് വിചാരത്തിന് അനുവാദം നൽകുമോ, അതെനിക്ക് അനുവദിച്ചു നൽകുമോ? ഫസാഹ അന്നാസു ബിഹ്. ഈ ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ചോദ്യം ഈ യുവാവ് ചോദിച്ചപ്പോൾ ആളുകളെല്ലാം ഒച്ചയിട്ടു, അവരെല്ലാം ശബ്ദമുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ നബി പറഞ്ഞു, ഖർരിബൂ, അയാളോട് ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറയും. അങ്ങനെ ഉദ്നു ഫദനാ ഹത്താ ജലസ ബൈന യദൈഹി, അടുത്തേക്ക് വരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാൾ അടുത്തേക്ക് വന്ന് നബിയുടെ മുന്നിലിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതുഹിബ്ബുഹു ലി ഉമ്മിക്, നിന്റെ ഉമ്മ അത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ, നിനക്കത് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, ലാ ജഅലനില്ലാഹു ഫിദാക്, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദാലിക അന്നാസ് ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, എങ്കിൽ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. ആളുകൾ ആരും അവരുടെ ഉമ്മമാർ ഒരാളും അയാളുടെ ഉമ്മ വ്യഭിചരിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുഹിബ്ബു ലിബ്നതിക്, നിന്റെ മകളത് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ലാ ജഅലനില്ലാഹു ഫിദാക്, ഇല്ല ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദാലിക അന്നാസ് ലാ യുഹിബ്ബുഹു ലിബനാതിഹിം, ജനങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരാളും അയാളുടെ മകൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. അതുഹിബ്ബുഹു ലി ഉഖ്തിക്, നിന്റെ സഹോദരി വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ലാ ജഅലനില്ലാഹു ഫിദാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി, ജനങ്ങളും അങ്ങനെ തന്നെയാണ്. അവരാരും അവരുടെ സഹോദരിമാർ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ രക്തബന്ധുക്കളായ ചില സ്ത്രീകളുടെ കാര്യം അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു. എല്ലാത്തിനും അദ്ദേഹം ഇല്ല എന്നാണ് മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി, ജനങ്ങളും അങ്ങനെ തന്നെയാണ്. അവരുടെ ഉമ്മയോ മകളോ സഹോദരിയോ, ഉപ്പയുടെ സഹോദരിയോ ഉമ്മയുടെ സഹോദരിയോ അവർ വ്യഭിചരിക്കുന്നത് അവരാരും ഇഷ്ടപ്പെടുകയില്ല. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കൈവെക്കുകയും എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബ, അല്ലാഹുവേ ഇവന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, വഗ്ഫിർ ദംബ, ഇവന്റെ പാപം നീ പുറത്തു കൊടുക്കണമേ, വഹസ്സിൻ ഫർജ, ഇവന്റെ ലൈംഗികാവയവത്തിന് നീ വിശുദ്ധി നൽകണമേ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ആളുകളെല്ലാം മര്യാദകേടായി കണ്ട, അവരെല്ലാം ഒച്ചയിട്ട ഈ ചോദ്യം ചോദിച്ച യുവാവിനോട് എത്ര കരുണയോടെയാണ്, എത്ര അവധാനതയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, അവരോട് ഇതുപോലെ കരുണയോടെ പെരുമാറാനും ഇതുപോലെ കാര്യങ്ങൾ അവധാനതയോടെ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന അവരെ ശരിയായ മാർഗത്തിലേക്ക്, പക്വതയുടെ വഴിയിലേക്ക് നയിക്കാനും ആളുകൾ ആവശ്യമുള്ളവരാണ്.